എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ മെയ് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് മെയ് 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Moon card, Lovers energy, 3 of swords, 2 of cups, Page of cups, 4 of pentacles. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മൂൺ എനർജി ആൻഡ് പേജ് ഓഫ് കപ്പ് സിറ്റുവേഷൻസ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാത്തത്, അതായത് മറ്റൊരാൾ എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു മാസം. ജീവിതത്തിന് പല കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കും എന്ന് പറയാം. പലതും നിങ്ങൾ സ്വയം ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. മറ്റുള്ളവരോട് ആലോചിച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു രീതി ഉണ്ടാവാം. പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് മറ്റുള്ളവർ എന്താണോ പറയുന്നത് അതുപോലെ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്. പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് അതിൽ നിന്ന് കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്തിട്ട് നിങ്ങളായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു സമയമായിരിക്കും മെയ് മാസത്തിൽ. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. പൊതുവെ മറ്റൊരാൾ എന്ത് പറയുന്നു, ആരെങ്കിലും ഒരാൾ പറയുന്ന അനുസരിച്ച് ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാസമായിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോട് കൂടിയിട്ട് മുന്നേറുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, അടുപ്പം, അതായത് പൊതുവേ ഇപ്പോൾ അച്ഛനമ്മമാർ പറയുന്നതോ സഹോദരങ്ങളോ സുഹൃത്തുക്കൾ പറയുന്നതോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വരെ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അവരെക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ മൂല്യം കൊടുക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പാരൻസോ സുഹൃത്തുക്കളോ ആയിരിക്കാം. അപ്പോൾ അവരെന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കുടുംബജീവിതം നീങ്ങുന്നതെങ്കിൽ അതിലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ എന്നുള്ള രീതിയിലേക്ക് പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ മാറുന്നുണ്ട്. അത് നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക് വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട്. കാരണം മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ചിട്ടല്ലാതാകുമ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന് ഒരു നല്ലൊരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ കരിയർ, അതായത് നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ പറയുകയാണെങ്കിൽ ഔദ്യോഗികമായിട്ട് നിങ്ങൾ വളരെയധികം മുന്നോട്ടേക്ക് പോകുന്ന സമയം തന്നെയാണ്. പക്ഷേ പലരെയും സംബന്ധിച്ചിടത്തോളം ജോലി മാറുക, ജോലി വിടുക, നിങ്ങളിപ്പോൾ ഇപ്പോൾ ഉള്ള ജോലി വിട്ടിട്ട് പുതിയ ജോലിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഔദ്യോഗിക മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ മെച്ചം എന്ന് പറയുന്നതും നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി വിട്ട് പുതിയൊരു ജോലിയിലേക്ക് പോകുന്നു എന്നുള്ളതും. പുതിയ ജോലി എന്ന് പറയുന്ന ഒരു പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം ഫീൽഡിലുള്ള ജോലി ആയിരിക്കണം എന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു പക്ഷേ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതാവാം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് മനതൃപ്തി ലഭിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു മനതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരിയധികം സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പിന്നെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ നിങ്ങളതൊരു വരുമാന മാർഗമായിട്ട് ഏറ്റെടുക്കാം. ചില ആളുകൾ ജോലി നിർത്തി കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി അധികം സന്തോഷം തരുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുറച്ചധികം നാളായിട്ട് നിങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനസിക സംഘർഷം തരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ചില വ്യക്തികൾ അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് നിങ്ങൾ ജോലി മാറുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റുമെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളായിട്ട് മാറുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫറോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള മാറ്റമാകാം.
അപ്പോൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാറുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലവേഴ്സ് ആൻഡ് 2 ഓഫ് കപ്സ് എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതകളുള്ളൊരു സമയമാണ്. പ്രണയത്തിലുള്ളവർക്ക് അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്ന ഒരു സമയമാവാം ഇത്. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രണയം നല്ല രീതിയിൽ വിവാഹത്തിലേക്ക് പോകുന്നത്, അതായത് വീട്ടുകാരോ മറ്റുള്ളവരുടെ ഒത്തിരി പേരുടെ അനുഗ്രഹാശിഷുകളോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച്, അതിനുവേണ്ടി കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം തൃപ്തികരമായിട്ടുള്ളൊരു മാസമാണ്. കാരണം മറ്റു പലരും നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ, നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ചില ആളുകളെ സംബന്ധിച്ച് ഓൾറെഡി വിവാഹിതരായിട്ടുള്ളവരാണ്, പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്, പാരൻസിൻ്റെ ആ ഒരു അനുഗ്രഹവും അവരുടെ സപ്പോർട്ടും ഇല്ലാതെ വിവാഹം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പതുക്കെ നിങ്ങളായിട്ട് അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവേ ഈ ഒരു മാസം എന്ന് പറയുന്നത് കുടുംബ അന്തരീക്ഷത്തിലാണ് ഏറ്റവും സന്തോഷവും ഐശ്വര്യമൊക്കെ നിറയ്ക്കുന്ന ഒരു മാസമായിട്ട് കാണുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ടുന്ന ആളുകളോട് നിങ്ങൾ ആ ഒരു അടുപ്പമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുമുള്ളവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട്, സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ആ പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു രീതിയാണെങ്കിൽ ഈ ഒരു മാസം പൊതുവെ സന്തോഷം കൂടുതൽ കുടുംബത്തിൽ കാണുന്നതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിക്കോ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നുണ്ട്, അവരോട് കൂടെ നിൽക്കുന്നു, യാത്രകൾ പോകുന്നതിനുള്ള ഒരു അവസരമുണ്ട്, ഒരുമിച്ച് യാത്രകൾ പോകുന്നു. ഇവിടെ കുറച്ചൊരു റൊമാൻറ്റിക് എനർജി ആയതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾ കുടുംബം, കുട്ടികൾ എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുടുംബ പങ്കാളി, ജീവിത പങ്കാളിയുമായിട്ട് ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ പ്രണയിക്കുന്നവരാണ് ഈ പ്രണയ ജോഡികൾ ഒരുമിച്ച് ചേർന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തിടയ്ക്ക് വിവാഹിതരായിട്ടുള്ളവരാണ്, ഹണിമൂണിന് പോകാൻ പറ്റാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഹണിമൂണിന് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് എത്ര നാളായിട്ടുള്ളവരായിക്കോട്ടെ, നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ കുറച്ച് അധികം നാളുകളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായില്ല എങ്കിൽ ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ ലവേഴ്സ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്ന നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചെറിയൊരു നെഗറ്റീവ് ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല. അതായത് സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ല. ഇപ്പോൾ ഒക്കെ എങ്ങനെയാണ് പോകുന്നത് അതുപോലെയൊക്കെ തന്നെ പോകുന്നുണ്ട്. മാത്രമല്ല സാമ്പത്തികമായിട്ട് മെച്ചങ്ങളും ഉണ്ടാകാം. പക്ഷേ മാനസികമായിട്ട് നിങ്ങൾ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഇനിയും അത് ചിലപ്പോൾ നിങ്ങൾക്ക് കടമുണ്ടാവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾ അടച്ചു തീർക്കുന്നുണ്ടാവും. കൃത്യമായിട്ട് കാര്യങ്ങൾ, ശമ്പളം അതിനനുസരിച്ചെല്ലാം അടച്ചു തീർക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ലോങ് ടേമിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു 15 വർഷത്തേക്ക് ലോൺ ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാൻ അതിൻ്റെ സമയമെടുക്കും. അത് ഇന്ന് തന്നെ അടച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടുള്ളൊരു ടെൻഷൻ മാത്രമാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 15 വർഷം തീർക്കാൻ ഉള്ള ഒരു കടമാണെങ്കിൽ അതിന് 15 വർഷം തന്നെ എടുക്കും. അത് ഓരോ മാസമായിട്ട് കൊടുത്തു തീർക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, മറിച്ച് ജീവിക്കുകയാണെങ്കിൽ വലിയ ടെൻഷനൊന്നും കാണിക്കുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധിയല്ല, പക്ഷെ നിങ്ങൾ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ 3 ഓഫ് സോഡ്സ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പോഴേ നിങ്ങൾക്ക് മാനസിക സംഘർഷമോ അങ്ങനത്തെ എനർജി ഒന്നും തന്നെ കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പഴയ ചില കാര്യങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട്, അതായത് ചില പ്രത്യേക വ്യക്തികളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സങ്കടം തന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അവരായിട്ട് ഇപ്പോൾ ബന്ധമൊന്നും ഉണ്ടാവുന്നില്ല. ചില ബന്ധുക്കളോ അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ പാരൻസായിട്ട് അകന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവാം. അവരെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടാവാം. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു സമയമാണ്, ആ സമയത്തുള്ള ചിന്തകളാണ്. അത് അമിതമായിട്ട് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകാതിരിക്കുക, മറിച്ച് നിങ്ങളുടെ കൂടെയുള്ളവരോട് കൂടി സന്തോഷമായിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളെ വിട്ടു പോയിട്ടുള്ള ആളുകളെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ളവരെ, വീട്ടമ്മമാരെ അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് വിദ്യാഭ്യാസം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പഠിക്കുന്ന കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു ഹോബികൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു ബോർഡ് ഫീലിങ്ങിലേക്ക് വരാം, പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകാതെ പറ്റാം. അപ്പോൾ മറ്റ് കലാപരമായിട്ടുള്ള സ്പോർട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിൽ കുറച്ചുകൂടി താല്പര്യം പ്രകടിപ്പിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.